അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് നാം ഫലം കായ്ക്കുന്നവരായി തീരണമെന്ന യാഥാർത്ഥ്യമാണ്. നമ്മെ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും സ്വന്തം രക്തം തന്ന് വീണ്ടെടുത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അവൻ്റെ യഥാർത്ഥ സന്തതിയായി ഫലം കായ്ക്കുന്നവരും യേശുവിൻ്റെ സ്വഭാവം ഉള്ളവരുമായി തീരണമെന്ന ആഗ്രഹമാണ് ഉള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് തീർക്കുവാനായി നാം യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിലെത്തുമ്പോൾ യേശു നമ്മോട് ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി എന്ത് നേടി, എന്ത് ഫലമാണ് നീ എനിക്ക് വേണ്ടി കായ്ച്ചത് എന്നായിരിക്കും. ഏത് തരം ഫലമാണ് നാം യേശുവിന് വേണ്ടി കായ്ച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് നാം ശോധന ചെയ്ത് യേശു ആഗ്രഹിക്കുന്ന ഫലമാണെന്ന് ഇന്ന് തന്നെ ഉറപ്പ് വരുത്തണം. കാരണം നാളെ എന്നത് നമുക്കുള്ളതല്ലല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നാണ്. ഈ വാക്യത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം, മറ്റനേകം മുന്തിരിവള്ളികൾ, സാക്ഷാൽ അല്ലാത്ത, ഒറിജിനൽ അല്ലാത്ത മുന്തിരിവള്ളികൾ ഭൂമിയിലുണ്ട് എന്ന് തന്നെയാണ്. ഒറിജിനൽ നോട്ട് ഉണ്ടെങ്കിൽ നിശ്ചയമായും കള്ളനോട്ടുകൾ ഉണ്ടാകും. ഒറിജിനൽ ദൈവദാസന്മാർ ഉണ്ടെങ്കിൽ കള്ള ദൈവദാസന്മാർ ഉണ്ടാകും. ഒറിജിനൽ അപ്പോസ്തലന്മാർ ഉണ്ടെങ്കിൽ കള്ള അപ്പോസ്തലന്മാർ ഉണ്ടാകും. ഒറിജിനൽ മുന്തിരിവള്ളി ഉണ്ട്, അതുകൊണ്ട് ഒറിജിനൽ അല്ലാത്ത കാട്ടുമുന്തിരിയും ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല, ഒരുപോലെ ഇരിക്കും. കണ്ടുപിടിക്കുവാൻ പ്രയാസമാണ്. കണ്ടുപിടിക്കുവാനുള്ള മാർഗങ്ങൾ വിവിധ നിലകളിൽ നമുക്ക് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ട്. നോട്ടാണെങ്കിൽ റിസർവ് ബാങ്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നാം ഉപയോഗിക്കുന്ന നോട്ടിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതിയാകും. ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കും. മുന്തിരിയാണെങ്കിൽ അതിൻ്റെ ഫലം പറിച്ച് തിന്നു നോക്കിയാൽ മതി. കാട്ടുമുന്തിരി ഒരിക്കലും നാട്ടുമുന്തിരിങ്ങായുടെ രുചിയും മധുരവും നൽകുകയില്ല. അതുപോലെ തന്നെ ഒറിജിനൽ അപ്പോസ്തലൻ ആണെങ്കിൽ യേശു പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അതുകൂടാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കാരണം 100 വർഷം കൊണ്ട് ഒരു വ്യക്തിക്ക് നമ്മെ പഠിപ്പിക്കുവാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മെ പഠിപ്പിക്കും. അവൻ നമുക്ക് ബോധം വരുത്തും, നമ്മുടെ ബുദ്ധിയെ അവൻ തുറക്കും. എന്നാൽ കള്ള അപ്പോസ്തലന്മാർ ജഡോല്ലാസം വരുന്ന സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ജഡത്തിൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കും. യേശു 40 നാളോളം മരിച്ച് ഉയർത്തതിന് ശേഷം ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ കള്ള അപ്പോസ്തലന്മാർ ദൈവവചനം അനുസരിക്കേണ്ടതാകുന്നു എന്ന് ജനത്തോട് പ്രസംഗിക്കുന്നതിന് പകരം ഈ ലോകത്തിലെ നന്മകളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓർക്കുക, യേശു സുവിശേഷങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന എന്നീ 5 പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമം അംഗീകരിച്ചുകൊണ്ടുള്ളതും അല്പം പോലും ന്യായപ്രമാണ നിയമത്തെ ദുർബലപ്പെടുത്തുന്നതുമായിരുന്നില്ല. ന്യായപ്രമാണത്തെ കർശനമാക്കുന്ന രീതിയിലായിരുന്നു യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ. ഉദാഹരണം പറഞ്ഞാൽ, ന്യായപ്രമാണത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് 10 കൽപ്പനകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹ ജീവിതത്തിലല്ലാതെയുള്ള ശാരീരിക ബന്ധത്തിനാണ് വ്യഭിചാരം എന്നതുകൊണ്ട് ന്യായപ്രമാണത്തിലെ ആ വാക്യം അർത്ഥമാക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു അത് കുറെ കൂടി ശക്തമാക്കി, സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് യേശു കർത്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. മനുഷ്യരാൽ എഴുതപ്പെട്ട മറ്റനേകം പുസ്തകങ്ങൾ ഇന്ന് ഭൂമിയിൽ അനവധി ഉണ്ട്. എന്നാൽ
ന്യായം വിധിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം ആകയാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നാം അനുസരിക്കേണ്ടത്. കാരണം യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിട്ടുള്ളവയാണ്. തന്നെയുമല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യേശു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നാം അനുസരിക്കുമ്പോഴാണ് വാസ്തവമായി യേശുവിൻ്റെ ആത്മാവിനെ യേശു നമുക്ക് തരുന്നത്. യേശുവിൻ്റെ ആത്മാവ് നമുക്ക് ലഭിച്ചാൽ നിശ്ചയമായും യേശുവാകുന്ന സാക്ഷാൽ മുന്തിരിവള്ളിയിൽ നാം ഒട്ടിച്ച് ചേർക്കപ്പെടും. സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ ഒട്ടിച്ചു ചേർക്കുന്നത് നമ്മുടെ അനുസരണമാണ്. യേശുവിൽ നമ്മെ ഒട്ടിച്ചു ചേർത്ത് കഴിഞ്ഞാൽ കൊമ്പുകളായ നമ്മിലേക്ക് യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ വ്യാപരിക്കുവാൻ തുടങ്ങും. ക്രൂശിലെ സ്നേഹം നമ്മിലേക്ക് ഒഴുകുവാൻ തുടങ്ങും. ക്രൂശിലെ സന്തതിയെ കണ്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായ സന്തോഷം നമ്മിൽ ഉണ്ടാകുവാൻ തുടങ്ങും. ക്രൂശിൽ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായി ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെട്ട സമയത്ത് എല്ലാവരാലും നിന്ദിക്കപ്പെടുമ്പോൾ, തള്ളപ്പെടുമ്പോൾ, വേദന കൊണ്ട് പുളയുമ്പോൾ, മനുഷ്യവർഗത്തിൻ്റെ പാപവും ശാപവും താൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ചുമക്കുമ്പോൾ, കുന്തം കൊണ്ട് മാറു പിളർക്കുന്ന കുത്ത് കേൾക്കുമ്പോൾ, പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ഹൃദയം തകർക്കുന്ന നിലവിളിയോടെ സ്വന്തം പിതാവിനോട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സമാധാനം ഹൃദയത്തിലുള്ള കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയൂ. ആ സമാധാനമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നേച്ചു പോയത്. നാം യേശുവിൻ്റെ വചനം അനുസരിച്ചാൽ യേശുവിൻ്റെ സമാധാനം നമ്മിലേക്ക് ഒഴുകി വരും. യേശുവിൻ്റെ ദീർഘക്ഷമ നമ്മിലേക്ക് ഒഴുകി വരും. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും കരുണ കാണിക്കുവാനും യേശുവിൻ്റെ ദീർഘക്ഷമ നമ്മിൽ വന്നാൽ മാത്രമേ കഴിയൂ. യേശുവിൻ്റെ ദയ അഥവാ മനസ്സലിവ് നമ്മിലേക്ക് ഒഴുകി വരുവാൻ തുടങ്ങും. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനുള്ള ആഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരും. ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വിശ്വസ്തരായ ഇടയന്മാർ ഇല്ലാത്ത പുരുഷാരത്തെ കണ്ട് യേശുവിന് മനസ്സലിവ് ഉണ്ടായി എന്നതുപോലെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് അവരോട് വെറുപ്പും വൈരാഗ്യവുമല്ല, മനസ്സലിവ് ഉണ്ടാകും. കാരണം യേശുവിൽ നാം വസിക്കുമ്പോൾ യേശുവിലെ മനസ്സലിവ് നമ്മിലേക്കും ഒഴുകി വരും. യേശു വാക്ക് മാറാത്തവനും പിതാവിനോട് വിശ്വസ്തത പുലർത്തുന്നവനും ആകയാൽ അവൻ്റെ ആത്മാവ് നമ്മിലേക്ക് വന്നാൽ നമുക്കും വിശ്വസ്തർ ആകുവാൻ കഴിയും. ദൈവം വിശ്വസ്തന്മാരെയാണ് അന്വേഷിക്കുന്നത് എന്ന് നാം ഓർക്കണം. നാം യേശുവിൽ വസിച്ചാൽ യേശുവിൻ്റെ സൗമ്യത നമ്മിലേക്ക് ഒഴുകിയെത്തും. സ്വന്തം കാര്യപ്രാപ്തിക്ക് വേണ്ടി, സ്വന്തം ആവശ്യം നിറവേറ്റുവാനായി തെരുവിൽ കിടന്ന് യുദ്ധം ചെയ്യുന്ന അവസ്ഥ നമ്മിൽ ഉണ്ടെങ്കിൽ യേശുവിൽ അവൻ്റെ വചനം അനുസരിച്ച് വസിച്ചാൽ അവൻ്റെ സൗമ്യതയും താഴ്മയും നമ്മിലേക്ക് ഒഴുകിയെത്തും. യേശുവിൽ നാം വസിച്ചാൽ നമുക്ക് ഇന്ദ്രിയ ജയം ഉണ്ടാകും. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യുവാൻ നാം യേശുവിൽ വസിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം കേട്ട ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതിനായി നാം യേശുവാകുന്ന സാക്ഷാൽ മുന്തിരിവള്ളിയിൽ വസിക്കണം. എങ്ങനെയാണ് യേശുവിൽ വസിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മിൽ ഉണ്ടാകുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ആയിത്തീരുവാനും നമ്മളെ ദൈവഹിതമല്ലാത്തതും നാശകരമായതുമായ ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുവാനും നിശ്ചയമായും നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ കൂടി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള
സകല അധികാരങ്ങളും നൽകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. നാം അപ്രകാരം ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നമുക്ക് തരികയും ആ പരിശുദ്ധാത്മാവ് നമ്മെ സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിനോട് ചേർത്ത് ഒട്ടിക്കുകയും യേശുവിൻ്റെ എല്ലാ നിർമ്മലമായ സ്വഭാവങ്ങളും നമ്മിൽ നിന്നും പുറപ്പെടുകയും ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും നമ്മിൽ നിറഞ്ഞു വരികയും നമ്മുടെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യേശുവിനോട് നമുക്ക് സംസാരിക്കുവാനും നമ്മുടെ ഏത് സങ്കടങ്ങളും യേശുവിനോട് തുറന്നു പറയുവാൻ ഉള്ള ധൈര്യം നമുക്ക് ലഭിക്കുകയും അവൻ്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞു വരികയും ചെയ്യുന്നു. ആയതിനാൽ നമുക്ക് യേശുവിനെ അനുസരിക്കാം, അവൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. നമ്മെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാകയാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് അങ്ങിൽ വസിപ്പാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹവും സമാധാനവും സൽഗുണങ്ങളും ഞങ്ങളിൽ കൂടി വെളിപ്പെടുവാൻ തക്കവണ്ണം അങ്ങേ വിട്ടു പോകാതെ അങ്ങിൽ തന്നെ വസിക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. എല്ലാവരോടും ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും മനസ്സലിവ് കാണിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്നും മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.